നമുക്ക് എസ് ഓർ നോ കാർഡ്. ഓക്കെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഏതാ എസ് ഏതാ നോ എന്നുള്ളത് എനിക്കും അറിയില്ല. ഓക്കെ, നമുക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ, കാർഡ് നമ്പർ 1, 2, 3, 4, 5. ഓക്കെ, ഇത് 5, 1, 2, മിഡിലിൽ 3, ഇത് 4, ഇത് 5. ഓക്കെ, കാർഡ് നമ്പർ എടുത്താൽ മതി കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഡിവൈനെ മനസ്സിൽ വിചാരിക്കുക, എസ് ഓർ നോ എന്ന് കിട്ടുന്ന ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് കാർഡ് നമ്പർ ചൂസ് ചെയ്യുക. ഓക്കെ, അതിൽ നിങ്ങളുടെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈനെ വിചാരിക്കൂ, ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചോളൂ. നോക്കാം ആൻസേഴ്സ്. കാർഡ് നമ്പർ 1, യെസ്, അബ്സല്യൂട്ട് യെസ് ആണ് കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ കാര്യം അധികം താമസിയാതെ നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാർഡ് നമ്പർ 2 ബി ആണ്. സംഭവം നടക്കും, പക്ഷേ ഡിലേ വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി വെയിറ്റിംഗ് പീരീഡ് അതിന് കാണുന്നു. ക്ഷമയോടെ വെയിറ്റ് ചെയ്താലേ പറ്റൂ. കാർഡ് നമ്പർ 3 നോയാണ്. കാർഡ് നമ്പർ 4 എസ് ആണ്. തീർച്ചയായും നടക്കുമെന്ന് തന്നെ കാണുന്നു. കാർഡ് നമ്പർ 5 ഇസ് നോ. ഓക്കെ, നോയോ മേ ബിയോ ഒക്കെ കിട്ടിയവരെന്താ ചെയ്യേണ്ടത്? ഡിവൈനെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. ഡിവൈൻ വിചാരിച്ചാൽ എല്ലാം ശരിയാകാൻ ഒട്ടും സമയം വേണ്ട എന്ന് മനസ്സിലാക്കുക കേട്ടോ. സമാധാനമായിട്ടിരിക്കുക.